ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജൂൺ മാസം 13 വെള്ളിയാഴ്ച ആരംഭിച്ച ഇസ്രായേൽ ഇറാൻ യുദ്ധം ലോകത്തെ ആകമാനം മുൾമുനയിലാണ് നിർത്തിയത്. അത് 12 ദിവസങ്ങളായിരുന്നു ഈ യുദ്ധം നടന്നത്. ജൂൺ മാസം 24 യുദ്ധം അവസാനിക്കുമ്പോൾ ആർക്കാണ് ജയം, ആർക്കാണ് പരാജയം എന്നതിനെക്കുറിച്ച് തർക്കങ്ങളും വാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആകയാൽ ഇവിടെ ഇസ്രായേലിൻ്റെ അവകാശവാദം എന്ന് പറയുന്നത് ഇറാനിലെ ആക്രമണം ലക്ഷ്യം കണ്ടതുകൊണ്ട് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യുദ്ധത്തിൻ്റെ ആരംഭ ദിവസം തന്നെ ഇറാൻ്റെ വ്യോമ സംവിധാനങ്ങളെ മുഴുവൻ ഞങ്ങൾ തകർക്കുവാൻ കഴിഞ്ഞുവെന്നും മാത്രമല്ല ഉന്നത സൈനിക ജനറൽമാരെ വധിക്കുവാനും അതുപോലെ ഇൻ്റലിജൻസ് മേധാവികളൊക്കെയും അതുപോലെ ആണവ ശാസ്ത്രജ്ഞന്മാരെയും ഇറാനിൽ കൊന്നൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദമാണ് ഇസ്രായേൽ ഉന്നയിക്കുന്നതെങ്കിൽ ഇറാൻ്റെ അവകാശവാദം മറ്റൊന്നാണ്. ഇസ്രായേൽ വെടി നിർത്തിയത് കൊണ്ട് ഞങ്ങളും വെടി നിർത്തുന്നു എന്നുള്ളതാണ് ആദ്യം അവർ പറയുന്നത്. പിന്നീട് അവർ പറയുന്നത് ഇസ്രായേലിൻ്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഞങ്ങൾക്ക് ഭേദിപ്പാനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല ടെൽ അവീവ് പോലെയുള്ളതായ മഹാനഗരങ്ങളെ ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞു. അത് പോരാതെ അതായത് സാധാരണ ജനങ്ങളെ പോലും രാത്രി മുഴുവൻ ബങ്കറുകളിൽ ഇരുത്തുവാനുള്ളതായ കാര്യങ്ങളും ഞങ്ങളുടെ യുദ്ധം കൊണ്ട് നടന്നു. അഥവാ ഞങ്ങളുടെ സൈന്യ വിന്യാസത്തെ അവരത്രത്തോളം ഭയപ്പെട്ടു എന്നാണ് ഇറാൻ്റെ അവകാശവാദം. ഇത് മാത്രമല്ല അമേരിക്കയുടെ അവകാശവാദം എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് നിമിത്തം രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതുപോലെ അതായത് ഇറാൻ്റെ ആണവ നിലയത്തെ ബോംബിംഗ് മുഖാന്തരമായിട്ട് എന്ത് സംഭവിച്ചു, അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് അവകാശവാദമാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. ഇവിടെ ഈ യുദ്ധം കൊണ്ടുണ്ടായ നേട്ടം എന്താണ്, ഈ പരാജയം എന്താണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയുന്നത് ധാരാളം മനുഷ്യജീവിതം നശിക്കാനിടയായിത്തീർന്നു. മാത്രമല്ല കോടിക്കണക്കിന് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഈ യുദ്ധം മുഖാന്തരമായിട്ടുണ്ടായി. അതും കൊണ്ടും തീർന്നില്ല. നമുക്ക് അറിയാൻ കഴിയുന്നത് ധാരാളം കെട്ടിടങ്ങളും ധാരാളം അതായത് സ്ഥാപനങ്ങളും തകർക്കപ്പെടുവാനിടയായി തീർന്നു. മാത്രമല്ല അവരുടെ യുദ്ധസന്നാഹങ്ങളെല്ലാം തന്നെ വളരെയധികം നാശത്തിലേക്ക് പോകുവാനിടയായി തീർന്നു. അപ്പോൾ മാത്രമല്ല ജനത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ദൈവാശ്രയം വിട്ടിട്ട് അവരെല്ലാം പ്രതികാര നടപടിയിലേക്ക് തിരിയാനിടയായി തീർന്നു എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ ദൈവത്തിൻ്റെ കൈവശത്തിൽ ഇരിക്കുന്നു. സദൃശ്യവാക്യം 21-31 വാക്യം. കുതിരയെ യുദ്ധ ദിവസത്തിനായി ചമയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യന്റെ തയ്യാറെടുപ്പുകളെയാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് വിജയം നൽകേണ്ടത് ദൈവമാണ്, പക്ഷേ മനുഷ്യന് മറ്റുള്ള സംവിധാനം ഒരുക്കുവാനായിട്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ച്